Good afternoon, students. Today I'm going to discuss about two topics: incompletely sex-linked genes and sex-limited genes. And I will be explaining about the examples of both of this category. So let us begin with incompletely sex-linked genes or pseudo-autosomal genes. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കംപ്ലീറ്റ്ലി സെക്സ് ലിങ്ക്ഡ് ജീനുകളെ കുറിച്ചായിരുന്നു. അതിൽ കംപ്ലീറ്റ്ലി എക്സ് ലിങ്ക്ഡ് ജീനുകളെ കുറിച്ച് നമ്മൾ നോക്കി. അതിന് എക്സാമ്പിൾ ആയിട്ട് റെഡ് ഗ്രീൻ കളർ ബ്ലൈൻഡ്നെസ് കണ്ടിരുന്നു. അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി വൈ ലിങ്ക്ഡ് ആയിട്ടുള്ള ജീനുകളെ കുറിച്ച് നോക്കി. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഹൈപ്പർ ട്രൈക്കോസിസ് എന്ന് പറയുന്ന ഹെയറി പിന്ന കണ്ടീഷൻ ആയിരുന്നു. അതുപോലെ മറ്റൊരു എക്സാമ്പിളിനെ കുറിച്ചും പറഞ്ഞിരുന്നു, കെറോറ്റോമ ഡിസിപ്പേറ്റം എന്ന് പറയുന്ന ഒരു എക്സാമ്പിളിനെ കുറിച്ചും പറഞ്ഞിരുന്നു. അപ്പോൾ അത്തരം കംപ്ലീറ്റ്ലി സെക്സ് ലിങ്ക്ഡ് ആയിട്ടുള്ള ജീനുകളെ കുറിച്ചും അതിന്റെ ഇൻഹെറിറ്റൻസിനെ കുറിച്ചും അതിന്റെ എക്സാമ്പിളെ കുറിച്ചുമാണ് പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇൻകംപ്ലീറ്റ്ലി സെക്സ് ലിങ്ക്ഡ് ജീൻസ് ആണ്. അത് എക്സും വരുന്നുണ്ട്, വൈയും വരുന്നുണ്ട്, ലിങ്ക്ഡ് ആയിട്ടാണ് വരുന്നത്. അതിനെ മറ്റൊരു പേരും കൂടി വിളിക്കുന്നുണ്ട് സ്യൂഡോ ഓട്ടോസോമൽ ജീൻ എന്ന്. എന്തുകൊണ്ട് അതിനെ സ്യൂഡോ ഓട്ടോസോമൽ ജീൻ എന്ന് വിളിക്കുന്നു എന്ന് നമുക്ക് അടുത്ത സ്ലൈഡ് കാണുമ്പോൾ മനസ്സിലാവും. ബിഫോർ ദാറ്റ്, ലെറ്റ് us go to the definition of incompletely sex-linked genes. So they are sex-linked genes. Sex-linked genes എന്താന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ സെക്സ് ക്രോമോസോമിനകത്ത് കാണുന്ന സൊമാറ്റിക് ആയിട്ടുള്ള ട്രൈറ്റ്സുമായി ബന്ധപ്പെട്ട ജീനുകളെയാണ് സെക്സ് ലിങ്ക്ഡ് ജീൻ എന്ന് പറയുന്നത്. They are sex-linked gene positioned in the corresponding loci in homologous portion. See, you have to remember this word, especially homologous ആയിട്ടുള്ള പോർഷനിലാണ്. രണ്ട് സെക്സ് ക്രോമോസോമിന്റെ ഹോമോലോഗസ് ആയിട്ടുള്ള പോർഷനിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോസയിൽ കാണുന്ന സെക്സ് ലിങ്ക്ഡ് ജീനുകളാണ് ഇൻകംപ്ലീറ്റ്ലി സെക്സ് ലിങ്ക്ഡ് ജീനുകൾ എന്ന് പറയുന്നത്. Of both X and Y chromosome where meiotic crossing over may occur. സോ അവിടെ അത്തരം സ്ഥലത്ത് മിയോട്ടിക് ക്രോസിംഗ് ഓവർ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അവിടെ ഒരു റീകോമ്പിനേഷൻ ഇവന്റ് നടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് വൺ ഓഫ് ദി മെയിൻ തിങ് യു ഹാവ് ടു നോട്ട് ഈസ് they may be expressed in both sexes in equal frequency. That was not the condition which seen in the completely sex-linked genes. Completely sex-linked gene കേസിൽ നമ്മൾ ഈ ഒരു കണ്ടീഷൻ അല്ല കണ്ടത്. either it may be expressed in females or it may be expressed in males. രണ്ടിനെ എക്സ്പ്രസ് ചെയ്യാം, പക്ഷെ ഒരേ ഫ്രീക്വൻസിയിലല്ല രണ്ട് സെക്സിലും എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ രണ്ട് സെക്സിലും ഈക്വൽ ഫ്രീക്വൻസിയിൽ എക്സ്പ്രസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ജീനുകളാണ് ഇൻകംപ്ലീറ്റ്ലി സെക്സ് ലിങ്ക്ഡ് ജീൻസ്. പിന്നെ ഞാൻ പറഞ്ഞു അതിന് സ്യൂഡോ ഓട്ടോസോമൽ ജീൻ എന്ന പേര് കൂടി ഉണ്ട്. എന്തുകൊണ്ട് സ്യൂഡോ ഓട്ടോസോമൽ ജീൻ എന്ന പേര് വന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ള ഈ ഒരു മോഡ്യൂൾ തുടങ്ങുമ്പോൾ കാണിച്ചിട്ടുള്ള ഒരു സ്ലൈഡിലേക്ക് വീണ്ടും നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. സി ദിസ് വൺ. നമുക്കറിയാം ഒരു എക്സ് ക്രോമോസോം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു വൈ ക്രോമോസോം, but both are morphologically very different because Y is very short and X is very long. And if we are seeing the corresponding portion, like similar portion between these two chromosomes, and that portion will be limited to a very small length, and that portion is known as homologous region. രണ്ട് ക്രോമോസോമിലും ഒരേപോലെയുള്ള പോർഷനെയാണ് നമ്മൾ ഹോമോലോഗസ് റീജിയൻ എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെയുണ്ട് ഹോമോലോഗസ് റീജിയൻ. നമ്മുടെ കഴിഞ്ഞ ഡെഫിനിഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഹോമോലോഗസ് പോർഷനിൽ കാണുന്ന അതിന്റെ കറസ്പോണ്ടിങ് ലോസയിൽ കാണുന്ന സെക്സ് ലിങ്ക്ഡ് ജീനുകളെയാണ് നമ്മൾ ഇൻകംപ്ലീറ്റ്ലി സെക്സ് ലിങ്ക്ഡ് ജീനുകൾ എന്ന് പറയുന്നത്. സി, ഇവിടെ ഈ കാണുന്ന ഗ്രീൻ നിറത്തിലുള്ള ഒരു ജീനാണെന്ന് വെച്ചോ, ആ ജീനിന്റെ ഒരു അലീല് ഇവിടെ കാണുന്നുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോസയിൽ വൈയിലും കാണുന്നുണ്ട്. സോ ദിസ് മേ ബി എ ഇൻകംപ്ലീറ്റ്ലി സെക്സ് ലിങ്ക്ഡ് ജീൻ. ഇവിടെ ബ്ലൂ അതുപോലെ തന്നെ ഇൻകംപ്ലീറ്റ്ലി സെക്സ് ലിങ്ക്ഡ് ജീൻ ആണ്. ആൻഡ് ദേ ഡു നോട്ട് ക്യാരി എനി സെക്സ് ഡിറ്റർമിനിങ് ജീൻസ്. ഇവിടെ സെക്സ് ഡിറ്റർമിനിങ് ജീൻസ് ക്യാരി ചെയ്താൽ കാര്യമില്ല, ബിക്കോസ് ദിസ് റീജിയൻ ഇസ് പ്രോൺ ടു ദി ക്രോസിംഗ് ഓവർ. ഇവിടെ ക്രോസിംഗ് ഓവർ നടക്കാറുണ്ട്. സോ ഇവിടെ ഒരു സെക്സ് ഡിറ്റർമിനിങ് ജീൻ ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷെ ഉണ്ടാവുന്ന ജീൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്സ് ലിങ്ക്ഡ് ജീൻസ് ഉണ്ടാവും. അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ വരുന്നത്. സെക്സ് ലിങ്ക്ഡ് ജീൻസ് എന്ന് പറയുമ്പോൾ ഇൻകംപ്ലീറ്റ്ലി സെക്സ് ലിങ്ക്ഡ് ജീൻസ്. വൈ ഇറ്റ് ഇസ് ഇൻകംപ്ലീറ്റ്? ബിക്കോസ് ഇറ്റ് മേ transfer their segments between each others in crossing over events. Okay,
സോ ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്ന ഈ ഹോമോലോഗസ് റീജിയനിൽ കാണുന്ന ഇൻകംപ്ലീറ്റ്ലി സെക്സ് ലിങ്ക്ഡ് ജീനുകളെ കുറിച്ചാണ്. അതിന്റെ ഡെഫിനേഷൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഹോമോലോഗസ് ആയിട്ടുള്ള പോർഷൻ തമ്മിലുള്ള പോർഷനിലെ കറസ്പോണ്ടിങ് ലോസയിൽ കാണുന്ന സെക്സ് ലിങ്ക്ഡ് ജീനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻകംപ്ലീറ്റ്ലി സെക്സ് ലിങ്ക്ഡ് ജീൻ. പിന്നെ അതിന്റെ ഏറ്റവും പ്രൈം ആയിട്ടുള്ള ഒരു കണ്ടീഷനും കൂടി പറഞ്ഞു. ദ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ബോത്ത് ഇൻ ഫീമെയിൽസ് ആൻഡ് മെയിൽസ് ഇൻ ഈക്വൽ ഫ്രീക്വൻസി. ഒരേ ഫ്രീക്വൻസി തന്നെ മെയിലും ഫീമെയിലും അത് കാണാറുണ്ട്. ലെറ്റ് us go to the examples. The most popular example is with the Drosophila. ഡ്രോസോഫിലയിലുള്ള ഒരു ക്യാരക്ടറാണ് ഇതിന്റെ ഏറ്റവും ഐഡിയൽ ആയിട്ട് എപ്പോഴും കോട്ട് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ. ദാറ്റ് ഈസ് അബൌട്ട് എ സീറ്റേ. അതിന്റെ ബ്രിസിൽ ഡ്രോസോഫിലയുടെ സ്ക്യൂട്ടെല്ലാം നിങ്ങൾ കണ്ടോളൂ. ദിസ് ഇസ് ഹെഡ് ആൻഡ് ദിസ് ഇസ് തൊറാക്സ്. തൊറാക്സിന്റെ പുറകുവശത്ത് നമ്മൾ സ്ക്യൂട്ടൽ എന്ന് വിളിക്കുക. തൊറാക്സിന്റെ കംപ്ലീറ്റ് റീജിയൻ you can see this is thorax, this is abdomen. Okay, അപ്പോൾ തൊറാക്സിന്റെ ഭാഗത്തുള്ള ബ്രിസിലേക്ക് നിങ്ങൾ ശ്രദ്ധയെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാണ്. See, look, this is a normal condition where you can see long bristles. നോർമൽ ആയിട്ടുള്ള കണ്ടീഷൻസിൽ നിങ്ങൾക്ക് അത്യാവശ്യം ലോങ് ആയിട്ടുള്ള ബ്രിസിൽസ് കാണാൻ പറ്റും. പക്ഷേ ഇതിനൊരു അബ്നോർമൽ കണ്ടീഷൻ ഉണ്ട്. ചിലപ്പോൾ ബ്രിസിൽസ് എന്താണെന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ടായിട്ട് തിന്നായിട്ടുള്ള ബ്രിസിൽസ് ആയിട്ട് മാറാറുണ്ട്. അത്തരം ബ്രിസിൽസ് നമ്മൾ ബോബ്ഡ് ബ്രിസിൽസ് എന്ന് പറയും. സോ ബോബ്ഡ് ബ്രിസിൽ എന്ന് പറയുന്ന ബ്രിസിൽ അല്ലെങ്കിൽ ഷോർട്ട് ആൻഡ് തിൻ ആയിട്ടുള്ള അബ്നോർമൽ ആയിട്ടുള്ള ബ്രിസിലാണ് നമ്മളുടെ ഇവിടത്തെ ട്രൈറ്റ് വിച്ച് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഇൻ ഡ്രോസോഫില. ദാറ്റ് ഇസ് ബോബ്ഡ് ബ്രിസിൽ. ആൻഡ് ദാറ്റ് ബോബ്ഡ് ബ്രിസിൽ ഈസ് ഇൻ ടേൺ കൺട്രോൾഡ് ബൈ ആൻ അലീൽ ഓർ എ ജീൻ അലീൽ വിച്ച് ഈസ് റെസസീവ് ഇൻ നേച്ചർ. സി, ഇവിടെ കാണുന്ന സ്മോൾ ആയിട്ടുള്ള ബി, ദാറ്റ് ഈസ് മ്യൂട്ടൻ റെസസീവ് ആയിട്ടുള്ള ജീനാണ് ഈ ബി എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇതിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ബോബ്ഡ് ആയിട്ടുള്ള ബ്രിസിൽസ് ആയിരിക്കും അവിടെ കാണാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതിന്റെ പ്രസൻസ് വേണം. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ കണ്ടീഷൻസ് നോക്കാം. സോ ദി മ്യൂട്ടൻ റെസസീവ് ജീൻ അല്ലെങ്കിൽ അലീൽ സ്മോൾ ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദി ബോബ്ഡ് ബ്രിസിൽസ് ഇൻ ഡ്രോസോഫില. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് ഒരു ഇൻകംപ്ലീറ്റ്ലി സെക്സ് ലിങ്ക്ഡ് ജീനാണ്. ഈ പറയുന്ന ബി ഇത് ഇൻകംപ്ലീറ്റ്ലി സെക്സ് ലിങ്ക്ഡ് ജീനാണ് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ബിക്കോസ് എക്സിനും വൈനും നിങ്ങൾക്ക് അലിയിൽ കാണാൻ പറ്റും. ഇതിന് മുമ്പുള്ള കംപ്ലീറ്റ്ലി സെക്സ് ലിങ്ക്ഡ് ജീനുകൾക്ക് നിങ്ങൾക്ക് വൈന്റെ മീതെ 0 ആണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ഇറ്റ് ഡസൻ ഹാവ് എനി കൗണ്ടർ പാർട്ട്. ഇതിന്റെ ഒരു കോപ്പി വൈയിൽ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഓക്കെ, അപ്പൊ അത് കറസ്പോണ്ടിങ് ലോസയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൾക്കാരെ ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഇനി ഹെട്രോസൈഗസ് കണ്ടീഷൻ നമുക്ക് എടുത്ത് നോക്കാം. 2 എക്സ് ക്രോമോസോം ഉള്ള കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു എക്സ് ക്രോമോസോമും വൈ ക്രോമോസോമും ഉള്ള കണ്ടീഷൻ. അവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിലൊരു ഡോമിനന്റ് ആയിട്ടുള്ള കൗണ്ടർ പാർട്ട് ഉണ്ട്, ദാറ്റ് ഇസ് ക്യാപിറ്റൽ പി. സോ ഡോമിനന്റ് ആയിട്ടുള്ള കൗണ്ടർ പാർട്ട് ഉള്ള ഇൻഡിവിജ്വൽസിൽ ഒരിക്കലും ഈ റെസസീവ് ആയിട്ടുള്ള മ്യൂട്ടന്റ് അലീൽ എക്സ്പ്രസ് ചെയ്യില്ല. ഇറ്റ് മേ ബി പ്രസന്റ് ഇൻ ദെയർ ജീനോം ബട്ട് ഇറ്റ് കനോട്ട് ബി എക്സ്പ്രസ്ഡ് phenotypically. Phenotype express ചെയ്യില്ല. That means it carry a normal bristle. Okay, because it contain a counterpart, it contain a copy which is normal in the corresponding loci of partner sex chromosome. So in heterozygous condition, the Drosophila possess normal bristle, even though it carry a recessive mutant allele. Come to this condition like homozygous conditionൽ റെസസീവ് ആയിട്ടുള്ള ഈ മ്യൂട്ടൻ അലീൽ വന്നു കഴിഞ്ഞാൽ ഹിയർ both of the sex chromosome carry the mutant recessive allele, so it may be a bobbed bristle. And here again XY condition, X chromosome is there, Y chromosome is there, both contain the mutant recessive gene. Again that Drosophila contain bobbed bristle. അപ്പോൾ ഹോമോസൈഗസ് കണ്ടീഷനിൽ ഈ റെസസീവ് ആയിട്ടുള്ള അലീൽ വരുമ്പോഴാണ് ബോബ്ഡ് ആയിട്ടുള്ള ബ്രിസിൽസ് വരുന്നത്. ആൻഡ് ദിസ് ഇസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഫോർ ദി ഇൻകംപ്ലീറ്റ്ലി സെക്സ് ലിങ്ക്ഡ് ജീൻസ്. ആൻഡ് ഇൻകംപ്ലീറ്റ്ലി സെക്സ് ലിങ്ക്ഡ് ജീൻസ് you can very easily identify by seeing both of the sex chromosome like X and Y possess the alleles, corresponding alleles. So that is a example for incompletely sex linked gene. And I will quote some example in human beings also. There is a disease which is known as retinitis pigmentosa. Retinitis pigmentosa is considered to be the incompletely sex linked inheritance in human beings.
ഇതെന്താ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ റെറ്റിനിറ്റീസ് എന്നും കൂടി ഷോർട്ടായിട്ട് പറയാറുണ്ട്. ഇതൊരു റെറ്റിനയുടെ ഭാഗത്ത് റെറ്റിനൽ സെൽസിന്റെ ഡീജനറേഷൻ സംഭവിക്കുകയാണ്. അത് പ്രോഗ്രസീവ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. ആ ഡീജനറേഷൻ കൂടി 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 വരുന്ന ഒരു അവസ്ഥ. ഇൻ ടേൺ ലേറ്റർ ഓൺ അതൊരു ബ്ലൈൻഡ്നെസ് ലെവലിലേക്ക് പോകും. ഇതാണ് ആ ഒരു കണ്ടീഷന്റെ പിക്ചർ, ആ ഒരു റെറ്റിനയുടെ പിക്ചർ. ദിസ് ഇസ് ദ വിഷൻ ഇങ്ങനെ ചെറുതായി 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 വരും. അവസാനം കംപ്ലീറ്റ് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള രീതിയിലേക്ക് പോകും. It is retinitis pigmentosa. This is an example for incompletely sex-linked inheritance in human being. And ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നും നിങ്ങൾക്കില്ല. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദീസ് ആർ ദി എക്സാമ്പിൾസ് ഓഫ് ഇൻകംപ്ലീറ്റ്ലി സെക്സ്-linked genes in human beings. And second is the hemorrhagic diathesis. Hemorrhagic diathesis എന്ന് പറയുന്നത് it is a kind of prolonged or spontaneous bleeding from nose, even uterus and other openings. ഈ മൂക്കിലൂടെയാണ് കൂടുതലും വരിക. അത് സ്പോണ്ടേനിയസ് ആയിട്ടും അതിങ്ങനെ പ്രിലോങ്ഡ് ആയിട്ടും ഈ മൂക്കിലൂടെ ബ്ലീഡിങ് വരുന്ന ഒരു അവസ്ഥ hemorrhagic diathesis എന്നാണ് പറയുക. So we have seen 3 examples. One is the bobbed bristle in case of Drosophila. That is a typical example in which the homozygous condition for the mutant recessive gene is responsible for that trait. And 2 of the examples related to human beings. One is retinitis pigmentosa, which is the progressive degeneration of the retina leading to the blindness. And second one is the hemorrhagic diathesis, which is the spontaneous bleeding from nose, which is prolonged in nature. So these are the examples for incompletely sex-linked genes. So moving on further to another topic, that is sex-limited genes. Sex-limited genes എന്ന് പറയുന്ന sex-linked genes എന്ന് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു കാറ്റഗറിയിലേക്ക് പോവാണ്. And before going into the topic, you can see 2 actors image here. One is John Abraham and another is Tonino Thomas. ഞാൻ ഈ രണ്ടുപേരുടെ പിക്ചർ ഇവിടെ കൊടുക്കാൻ ഒരു കാരണമുണ്ട്. ഇത് രണ്ടും എക്സാമ്പിൾസ് ആണ്, നമ്മുടെ സെക്സ് ലിമിറ്റഡ് ജീൻസിന്റെ എക്സാമ്പിൾസ് ആണ്. സോ ഐ ഹോപ്പ് മെനി ഓഫ് യു ഗസ്റ്റ് വാട്ട് ഈസ് സെക്സ് ലിമിറ്റഡ് ജീൻസ്. ഇവിടെ 2 ക്യാരക്ടറാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ് ഓഫ് ഈ വ്യക്തികളെക്കാൾ ഉപരി 2 മെയിൻ ക്യാരക്ടേഴ്സ് ആണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. വൺ ഈസ് ദി മെയിൽ സ്പെസിഫിക് മസിൽസ്, ട്രൈസെപ്സ്, ബൈസെപ്സ് ഒക്കെ സാധാരണ ഇതിൽ ഫീമെയിൽസിലുണ്ട്. പക്ഷെ ഭയങ്കര ആൻഡ്രോജനിക് എഫക്റ്റ് കൊണ്ട് ഉണ്ടാവുന്ന നല്ല ഹെവി ആയിട്ടുള്ള മസ്കുലർ ആയിട്ടുള്ള ബോഡി. ദാറ്റ് ഈസ് എ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെയിൽ. ആൻഡ് സെക്കൻഡ് തിങ് ഈസ് ദ ബിയേർഡ് ആൻഡ് മസ്റ്റാക്ക്. അപ്പോൾ താടിയും മീശ, നല്ല തിക്കായിട്ട് വരുന്ന താടിയും മീശ, അഗെയിൻ എ സെക്സ് ലിമിറ്റഡ് ക്യാരക്ടർ, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ. ആൻഡ് ദിസ് സ്പെസിഫിക് കൈൻഡ് ഓഫ് മസിൽസ് ഇസ് എ സെക്സ് ലിമിറ്റഡ് character, I mean secondary sexual character in case of male. ഞാൻ പറയുന്നത് മെയിലിന് സ്പെസിഫിക് ആയിട്ടുള്ള മസ്കുലർ പാറ്റേൺ ആണ്. മസിൽസ് ഒക്കെ ഫീമെയിലും മെയിലിലും ഉണ്ടാവും, 2 കൗണ്ടർ പാർട്ടിലും ഉണ്ടാവും. പക്ഷെ മെയിലിന് സ്പെസിഫിക് ആയിട്ടുള്ള ചില മസ്കുലർ പാറ്റേൺ ഉണ്ട്. ദാറ്റ് പാറ്റേൺ ഐ എം ടോക്കിംഗ് അബൌട്ട്. ദാറ്റ് ഈസ് എ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ. സോ ഇതുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ ഈ താടിയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് ഈ 2 ട്രൈറ്റും എസ്പെഷ്യലി വി ആന്റിസിപ്പേറ്റ് ദാറ്റ് ഓൺ മെയിൽ കൗണ്ടർ പാർട്ട്, റൈറ്റ്? നമ്മൾ അത് മെയിൽസിലാണ് അത് കൂടുതൽ ആന്റിസിപ്പേറ്റ് ചെയ്യുക. നല്ല വലിയ താടി മീശയൊക്കെ മെയിലിൽ, അല്ലാതെ ഒരു ഫീമെയിലിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യില്ല. അത് ചില കണ്ടീഷനിൽ അങ്ങനെയാ സംഭവിക്കാറുണ്ട്. ഫീമെയിലിൽ വളരെ റെയർ ആയിട്ടുള്ള ചില കണ്ടീഷനിൽ സംഭവിക്കാറുണ്ട്. അല്ലാതെ ഇതുപോലെയുള്ള താടിയും മീശയും അല്ലെങ്കിൽ ഇതുപോലെയുള്ള മസിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ബിക്കോസ് ഓഫ് സം അബ്നോർമാലിറ്റി ഓർ മ്യൂട്ടേഷൻ ഇൻ എനി ഓഫ് ദി കൈൻഡ് ഓഫ് ജീൻസ്. ഓക്കെ, നമുക്ക് എന്തായാലും സെക്സ് ലിമിറ്റഡ് ജീൻസിലേക്ക് വരാം. ദി ഡെഫിനിഷൻ ഫോർ ദി സെക്സ് ലിമിറ്റഡ് ജീൻസ് ഈസ് genes which are present in both the sexes, 2 sexesലും കാണുന്നുണ്ട്, but are phenotypically expressed only in one sex and repressed in other. 2 സെക്സിലും ഇതിന്റെ ജീനുകൾ ഉണ്ടെങ്കിലും ഒരു സെക്സിൽ അത് ഫീനോട്ടിപ്പിക് ആയിട്ട് എക്സ്പ്രസ് ചെയ്യും, മറ്റേ സെക്സിൽ അത് റിപ്രസ് ചെയ്യും. സോ ഇറ്റ് ഈസ് എന്താ പറയുക, ഒരു ബാലൻസ് ആണ് ഇവിടെ. സം ഫാക്ടർ ഈസ് പ്ലേയിങ് എ റോൾ ഇൻ ദിസ്. ഒന്നിനെ എക്സ്പ്രസ് ചെയ്യാനും ഒന്നിനെ റിപ്രസ് ചെയ്യാനും എന്തോ ഒരു ഫാക്ടർ കൂടെ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം എന്ത് ഫാക്ടർ ആണെന്നുള്ളത്. ആൻഡ് യു ഹാവ് ടു റിമെമ്പർ ദീസ് 2 തിങ്സ്. ലൈക്ക് ഇറ്റ് ക്യാൻ ബി സീൻ പ്രസന്റ് ഇൻ ബോത്ത് ദി സെക്സസ് ആൻഡ് ഇറ്റ് ഈസ് ഡിഫറെന്റ്. ജീൻസ് 2 സെക്സിലും കാണുന്നുണ്ട് ജീനുകൾ കേട്ടോ, അല്ലാതെ ക്യാരക്ടർ അല്ല, ജീനുകൾ. പക്ഷെ എക്സ്പ്രസ് ചെയ്യുന്നത് ഒന്നിലായിരിക്കും, മറ്റേതിൽ
റിപ്രസ് ചെയ്യും. സോ വിൽ ലുക്ക് ഓൺ ടു ദി കീ ഫീച്ചേഴ്സ് ഓഫ് സെക്സ് ലിമിറ്റഡ് ജീൻസ്. 4 കീ ഫീച്ചേഴ്സ് ഉണ്ട്. നാലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ഫീച്ചേഴ്സ് ആണ്. ഒരുപക്ഷെ ഈ കീ ഫീച്ചേഴ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് സെക്സ് ലിമിറ്റഡ് ജീൻസും സെക്സ് ലിങ്ക്ഡ് ജീൻസും തമ്മിലുള്ള വ്യത്യാസം തന്നെ മനസ്സിലാക്കി എടുക്കാൻ കഴിയും. ഇതിന്റെ ജീൻസ് എന്ന് പറയുന്നത് സെക്സ് ക്രോമോസോമിൽ മാത്രമല്ല ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഇറ്റ് ഈസ് ഓൾസോ സീൻ ഇൻ ഓട്ടോസോംസ്. സെക്സ് ക്രോമോസോമിലെ ഹോമോലോഗസ് സെഗ്മെന്റ്സിലും മാത്രമല്ല. ഹോമോലോഗസ് സെഗ്മെന്റ്സ് എന്താന്നുള്ളത് തൊട്ട് മുമ്പ് നമ്മൾ ഇൻകംപ്ലീറ്റ്ലി സെക്സ് ലിങ്ക്ഡ് ജീൻസ് നോക്കിയപ്പോൾ കണ്ടിരുന്നു ഹോമോലോഗസ് സെഗ്മെന്റ്സ് എന്താന്നുള്ളത് സെക്സ് ക്രോമോസോമിന്റെ. അപ്പോൾ നമ്മൾ ഹോമോലോഗസ് സെഗ്മെന്റ്സ് ഓഫ് സെക്സ് ക്രോമോസോമിൽ മാത്രമല്ല, അഥവാ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ സെക്സ് ക്രോമോസോമിൽ മാത്രമല്ല ഓട്ടോസോംസിലും ഇതിന്റെ ജീനുകളെ കാണുന്നുണ്ട്. അത് മാത്രമല്ല, ദേ ആർ എക്സ്പ്രസ്ഡ് ഓൺലി ഇൻ വൺ സെക്സ്. ഇത് എക്സ്പ്രസ് ചെയ്യപ്പെടുന്നത്, ഈ ജീനുകൾ ഉണ്ടെങ്കിൽ തന്നെ അത് ഏതെങ്കിലും ഒരു സെക്സിലെ എക്സ്പ്രസ് ചെയ്യുള്ളൂ. ആൻഡ് യു മേ ആസ്ക് വൈ ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഓൺലി ഇൻ വൺ സെക്സ്. ആൻഡ് that is because of that phenotypic expression depends upon the sex hormones. ആ ഒരു ഇൻഡിവിജ്വലിലെ സെക്സ് ഹോർമോൺ ഏതാണ് എന്ന് ഉള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു പർട്ടിക്കുലർ ജീൻ അവിടെ എക്സ്പ്രസ് ചെയ്യുക. സേ ഫോർ എക്സാമ്പിൾ, അതൊരു ഫീമെയിൽ ആണെങ്കിൽ അവിടെ ഈ പ്രൊലാക്റ്റിൻ അല്ലെങ്കിൽ ഓക്സിറ്റോസിൻ എന്നുള്ള ഹോർമോണുകൾ, അതിന്റെ പ്രസൻസ് മിൽക്ക് സെക്രീഷനെയും മിൽക്ക് എജക്ഷനെയും കൺട്രോൾ ചെയ്യും. സോ ദാറ്റ് ഈസ് ടിപ്പിക്കൽ ടു ഫീമെയിൽ. ഓക്കെ, സോ അപ്പോൾ ഹോർമോൺസ് അവിടെ വലിയൊരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ ദ കൺട്രോൾ ബോത്ത് ദി പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. അത് ഫീമെയിലിന്റെയും മെയിലിന്റെയും സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിനെയും പ്രൈമറി സെക്ഷൽ ക്യാരക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്നുണ്ട്. കൂടുതലും സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ആണ് ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് പറഞ്ഞാൽ ദോസ് ക്യാരക്ടേഴ്സ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഫിനോടൈപ്പിക്കലി ആസ് ദ റെപ്രസെന്റേഷൻ ഓഫ് വിച്ച് സെക്സ് ഇറ്റ് ഈസ്. അത് ഏത് സെക്സ് ആണെന്നുള്ളതിന്റെ റെപ്രസെന്റേഷൻ ആയിട്ട് പുറമെ കാണുന്ന ചില ഫീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ, അതെല്ലാം നമ്മുടെ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സിൽ വരുന്നതാണ്. പ്രൈമറിയും സെക്കൻഡറിയും സെക്ഷൽ ക്യാരക്ടേഴ്സിൽ വരുന്നത്. പ്രൈമറി സെക്ഷൽ ക്യാരക്ടേഴ്സ് പറയുമ്പോൾ കൂടുതലും ഓർഗൻസ് ഒക്കെ ആയിരിക്കും, ടെസ്റ്റിസ് അങ്ങനെയുള്ള മെയിൻ ഓർഗൻസ് ഒക്കെ ആയിരിക്കും, റീപ്രൊഡക്റ്റീവ് ജെനിറ്റൽ ഓർഗൻസ് ഒക്കെ ആയിരിക്കും കൂടുതലും വരുന്നുണ്ടാവും. ആൻഡ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അതേ ക്യാരക്ടേഴ്സ് ലൈക്ക് ഹെയർ പാറ്റേൺ, മസ്റ്റാക്ക്, മസ്കുലർ പാറ്റേൺ, ഹൈറ്റ്, വെയിറ്റ്, ഒബീസ്, അങ്ങനെ പല രീതിയിലും എന്താ പറയുക, ഹിപ്പ്, വേസ്റ്റ്, അങ്ങനെയുള്ള റേഷ്യോസ് പലതും അതിനകത്ത് വരുന്നുണ്ട്. സോ 4 പോയിന്റ്സ് നമ്മൾ പറഞ്ഞു. ഇവിടെ ആദ്യത്തെ പോയിന്റ് നമ്മൾ ഓർക്കേണ്ടത് എന്താ പറഞ്ഞാൽ, സെക്സ് ക്രോമോസോമിൽ മാത്രമല്ല ജീനുകൾ കാണുന്നത്, സെക്സ് ലിമിറ്റഡ് ജീനുകൾ കാണുന്നത്. സെക്സ് ലിമിറ്റഡ് ജീനുകൾ ഓട്ടോസോമിലും കാണാറുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, ഏതെങ്കിലും ഒരു സെക്സിൽ എക്സ്പ്രസ് ചെയ്യലോ മറ്റു സെക്സിൽ ആ ജീനെ എക്സ്പ്രസ് ചെയ്യില്ല. മൂന്നാമത്തെ ക്യാരക്ടർ, അത് എക്സ്പ്രസ് ചെയ്യുന്ന ട്രൈറ്റുകൾ കൂടുതലും പ്രൈമറി സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് ആയിട്ടായിരിക്കും. നാലാമത്തെ പോയിന്റ്, അതിന്റെ എക്സ്പ്രഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്ത് തരം സെക്സ് ഹോർമോൺസ് ആണ് ആ ഒരു ഇൻഡിവിജ്വലിൽ ഉള്ളത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് സെക്സ് ലിമിറ്റഡ് ജീൻസിൽ വരുന്നത്. ഞാൻ ഹ്യൂമൻ ബീങ്സിൽ കാണുന്ന 2 എക്സാമ്പിൾ പറഞ്ഞു. ഒരു മെയിൽ സ്പെസിഫിക് ആയിട്ടുള്ള മസ്കുലർ പാറ്റേണും അതുപോലെ തന്നെ മെയിൽ സ്പെസിഫിക് ആയിട്ടുള്ള മസ്റ്റാക്കും അതുപോലെ ഫേഷ്യൽ ഹെയർ ഗ്രോത്തും, ആ കാര്യമാണ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. പക്ഷെ ഇത് നിങ്ങളുടെ ടെക്സ്റ്റിൽ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ള പ്ലൂമേജ് പാറ്റേൺ ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ ചിക്കൻ ബ്രൈഡ്സ് എന്ന് പറയുന്നുണ്ട്. അതായത് മേ ബി നിങ്ങൾ വായിക്കുമ്പോൾ ചിലപ്പോൾ സീംസ് ടു ബി ബിറ്റ് കൺഫ്യൂസ്ഡ്, പക്ഷെ ഇറ്റ്സ് വെരി ഈസി, ഒന്നുമില്ല, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. അതിനകത്ത് കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ എന്താണെന്ന് ഞാൻ ഒന്ന് എളുപ്പത്തിൽ പറഞ്ഞുതരാം. അതിൽ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, പ്ലൂമേജ് പാറ്റേൺ ആണ് എക്സാമ്പിൾ ആയിട്ട് സെക്സ് ലിമിറ്റഡ് ട്രൈറ്റിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. പ്ലൂമേജ് പാറ്റേൺ എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ഇവിടെ സെക്സ് ലിമിറ്റഡ് ട്രൈറ്റ് ആയിട്ട് കാണിക്കുന്നത് കോക്ക് ഫെദറിംഗ് എന്ന് പറയുന്ന കണ്ടീഷനാണ്. അപ്പൊ എന്താണ് കോക്ക് ഫെദറിംഗ്, എന്താണ് ഹെൻ ഫെദറിംഗ് എന്ന് ആദ്യം മനസ്സിലാവണം. അത് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ വീട്ടിലെ കോഴിനെ തന്നെ ആലോചിച്ച് നോക്കുക. ഇതിപ്പോ ലെഗോൺ കോഴിയാണ്. ലെഗ്ഹോൺ കോഴിയില് മെയിലാണ് ഈ കാണുന്നത്, അതിന്റെ ഫീമെയിൽ ആണ് ഈ കാണുന്നത്. ഇതിന്റെ നെക്ക് പോർഷനിലും അതുപോലെ തന്നെ നമ്മൾ അതിന്റെ ടെയിൽ പോർഷൻ എടുക്കുകയാണെങ്കിൽ അതിലൊരു പ്രത്യേക തരത്തിലുള്ള ഫെദേഴ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് ഇപ്പൊ നമ്മൾ ആദ്യം പൂവൻകോഴീനെ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പൂവൻകോഴിയുടെ ആ ബ്രീഡിൽ ഫൗൾസ് എന്നാണ് അതിനെ വിളിക്കുക കേട്ടോ, മൊത്തത്തിൽ ഫൗൾ എന്നാണ് വിളിക്കുക. ഫൗളില് ഹെന്നുണ്ട്, അതുപോലെ തന്നെ കോക്കുണ്ട്. അപ്പോൾ കോക്ക് എന്ന് പറയുന്നത് പൂവൻകോഴി, ഹെൻ എന്ന് പറയുന്നത് പിടക്കോഴി. അപ്പോൾ നമ്മൾ ആദ്യം കോക്കിന്റെ കാര്യം നോക്കാം, അല്ലെങ്കിൽ റോസ്റ്ററിന്റെ കാര്യം നോക്കാം. റോസ്റ്റർ എന്ന് പറയുന്നത് പൂവൻകോഴി തന്നെയാണ്. അതിന്റെ ടെയിലിന്റെ ഒരു പ്രത്യേകത നിങ്ങൾ നോക്കിക്കേ.
ടെയിൽ വളരെ ലോങ് ആയിട്ട് കേർവ്ഡ് ആയിട്ട് പോയിന്റഡ് ആയിട്ട് കാണാൻ പറ്റും. ടെയിലും പിന്നെ അതുപോലെ തന്നെ കഴുത്തിലെ ചില ഫെതേഴ്സും അങ്ങനെ തന്നെയാണ്, പ്ലൂമേജും അങ്ങനെ തന്നെയാണ്. ഇച്ചിരി ലോങ് കേർവ്ഡ് പോയിന്റ് ഫ്രിഞ്ച്ഡ് ഫെതേഴ്സ് ആയിരിക്കും. അപ്പൊ ടെയിലും നെക്കിലും കേട്ടോ, ടെയിലും നെക്കിലും ലോങ്ങും അതുപോലെ തന്നെ പോയിന്റഡും കേർവ്ഡ് ഒക്കെ ആയിട്ടുള്ള ഫെതേഴ്സ് നിങ്ങൾ കാണാൻ പറ്റും ഇവിടെ രണ്ട് ഭാഗത്തായിട്ട്. പക്ഷെ അത് ഫീമെയിൽ കൗണ്ടർ പാർട്ടിലാണെങ്കിൽ കാണാൻ കഴിയില്ല. ഇത്തരം ഫെതേഴ്സ് ആണ് സെക്സ് ലിമിറ്റഡ് ജീൻസിന്റെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സെക്സ് ലിമിറ്റഡ് ജീൻസിന്റെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഇത്തരം ഫെതേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോക്ക് ഫെതറിംഗ്. കോക്ക് ഫെതറിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത് സ്മോൾ എച്ച് ആണ്, ഒരു റെസസീവ് അലീലാണ്. സ്മോൾ എച്ച് ആണ് കോക്ക് ഫെതറിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ ഈ കോക്ക് ഫെതറിങ് വരണമെങ്കിൽ ഒരിക്കലും ഈ കോഴിയുടെ ശരീരത്ത് ഫീമെയിൽ സെക്സ് ഹോർമോൺസ് പാടില്ല. സോ ദാറ്റ് മീൻസ് ഫീമെയിൽ സെക്സ് ഹോർമോൺസ് ആണ് ഈ കോക്ക് ഫെതറിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത്. ഫീമെയിൽ സെക്സ് ഹോർമോൺ ഉണ്ടെങ്കിൽ ഈ കോക്ക് ഫെതറിങ്ങിന്റെ ജീനിനെ അവർ മാസ്ക് ചെയ്യും. സോ ദി ഹോർമോൺ ഈസ് കൺട്രോളിങ് ദി എക്സ്പ്രഷൻ ഓഫ് എ ജീൻ. അവിടെ ഫീമെയിലിന്റെ ഹോർമോൺ ഇല്ലാത്തത് കൊണ്ടാണ് മെയിലില് ഈ കോക്ക് ഫെതറിങ് കാണാൻ കഴിയുന്നത്. ഇനി സാധാരണ ഒരു പെടക്കോഴിയുടെ ഫെതറിന്റെ പാറ്റേൺ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, പ്ലൂമേജ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ അത് നോർമലാണ്. അത് ഡിഫോൾട്ട് ആയിട്ടുള്ള കണ്ടീഷനാണ്. അത് ദാറ്റ് വാസ് കൺട്രോൾഡ് ബൈ ഡോമിനന്റ് അലീൽ എച്ച്, ക്യാപിറ്റൽ എച്ച്. അതിനെയാണ് ഹെൻ ഫെതറിംഗ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ഹെൻ ഫെതറിംഗ്, നമ്മൾ സാധാരണ കാണുന്ന ഹെൻ ഫെതറിംഗ്. അത് കൺട്രോൾ ചെയ്യുന്ന ക്യാപിറ്റൽ എച്ച് ആണ്, ദാറ്റ് ഈസ് എ ഡോമിനന്റ് അലീൽ. അത് ഡിഫോൾട്ട് കണ്ടീഷൻ ആയിട്ട് വിചാരിക്കുക. ദിസ് ഈസ് എ ഡിഫറെന്റ് കണ്ടീഷൻ, ഐ മീൻ ചേഞ്ചിങ് കണ്ടീഷൻ. ഇനി 3 ബ്രീഡുകൾ, ചിക്കൻ ബ്രീഡ്സ് ഇവിടെ നിങ്ങൾ ടെക്സ്റ്റിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വൺ ഈസ് ലെഘോൺ, സെക്കൻഡ് വൺ ഈസ് ഹാംബർഗ് ആൻഡ് തേർഡ് വൺ ഈസ് സിബ്രൈറ്റ് ബാൻറ്റം. 3 ബ്രീഡുകൾ. ഇതിൽ ഞാൻ ലെഗോന്റെ കണ്ടീഷൻ പറഞ്ഞു. ലെഗോന്റെ കണ്ടീഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മെയിലില് കോക്ക് ഫെതറിങ്ങും അതുപോലെ ഫീമെയിലില് ഹെൻ ഫെതറിങ്ങും ഉള്ള കണ്ടീഷനാണ്. ഓക്കെ, അതാണ് ലെഗോന്റെ കണ്ടീഷനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ലെഗോണിൽ കാണാൻ കഴിയുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി സീബ്രൈറ്റ് ബാൻറ്റം എന്ന് പറയുന്ന ബ്രീഡുകളിൽ വരുമ്പോൾ നിങ്ങൾക്ക് മെയിലിലും ഫീമെയിലിലും ഒരേപോലെയുള്ള പാറ്റേൺ ആണ് കാണാൻ കഴിയും. ബോത്ത് കണ്ടെയ്ൻ ഹെൻ ഫെതറിങ്. ഹെൻ ഫെതറിങ് ആണ് കാണുക. ഇത് പൂവൻകോഴി ആണെങ്കിലും അതിന്റെ നെക്കിലും അതുപോലെ തന്നെ ടെയിലിലുള്ള പ്ലൂമേജ് രണ്ടും ഹെൻ ഫെതറിങ് ആണ്. ഹെൻ ഫെതറിങ് എന്ന് പറഞ്ഞാൽ അവിടെ കോക്ക് ഫെതറിങ് ഉണ്ടാവുന്നേ ഇല്ല, ക്യാപിറ്റൽ എച്ച് കണ്ടീഷൻ ആണ്. ഇനി നമ്മൾ വേറൊരു ബ്രീഡാണ് ഹാംബർഗ് എന്ന് പറയുന്ന ബ്രീഡ്. ഈ ഹാംബർഗ് എന്ന് പറയുന്ന ബ്രീഡില് എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫീമെയില് ഹെൻ ഫെതേർഡ് ആണ്. ഓഫ് കോഴ്സ് ഫീമെയിൽ ഹെൻ ഫെതേർഡ് ആയിരിക്കും, ബിക്കോസ് ഫീമെയിൽ സെക്സ് ഹോർമോൺ ഉണ്ടെങ്കിൽ ഒരിക്കലും കോക്ക് ഫെതറിങ് വരില്ല. പക്ഷെ മെയില് കോക്ക് ഫെതറും ഉണ്ട്, അതുപോലെ ഇതുപോലത്തെ മെയിലും കാണാറുണ്ട്. 2 രീതിയിലുള്ള മെയിൽ കാണുന്ന ഒരു ബ്രീഡാണ് ഹാംബർഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഒരു ജീൻ കണ്ടീഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എച്ച് സ്മോൾ എച്ച് ഉണ്ട്, അതുപോലെ സ്മോൾ എച്ച് ഉണ്ട്. മെയിലിന്റെ കണ്ടീഷൻസ് ആണ് ഇവിടെ പറയുന്നത്. അതെല്ലാം മെയിലിന്റെ ഫിനോടൈപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അവിടെ സ്മോൾ എച്ച് എന്ന് പറയുമ്പോൾ ഉള്ള കാര്യം നിങ്ങൾ നോക്കിയോളൂ. സ്മോൾ എച്ച് വരുമ്പോൾ സമയത്ത് എന്താവും, അത് കോക്ക് ഫെതറിങ് വരും. കോക്ക് ഫെതറിങ് കാണാറുണ്ട്. അതുപോലെ ക്യാപിറ്റൽ എച്ച് സ്മോൾ എച്ച് വരുമ്പോൾ ഹെൻ ഫെതേർഡ് ആവും, ഹെൻ ഫെതേർഡ് ആയിട്ടും കാണാറുണ്ട്. ക്ലിയർ? സോ 2 ഡോമിനന്റ് ആയിട്ടുള്ള എച്ച് വരികയാണെങ്കിൽ, ജീൻ വരികയാണെങ്കിൽ ദാറ്റ് വിൽ ബി ഹെൻ ഫെതേർഡ്. അത് മെയിൽ ആയാലും ഫീമെയിൽ ആയാലും. ഓക്കെ, 2 ഡോമിനന്റ് ആയിട്ടുള്ളത് വരികയാണെങ്കിൽ. ഇനി ഹെട്രോസൈഗസ് കണ്ടീഷൻ വരികയാണെങ്കിൽ, ഹോമോസൈഗസിന് പകരം ഹെട്രോസൈഗസ് ആയിട്ടുള്ള, ഇത് ഹോമോസൈഗസ് ഡോമിനന്റ് കണ്ടീഷൻ ആണ്, ഇത് ഹോമോസൈഗസ് റെസസീവ് കണ്ടീഷൻ ആണ്, ദിസ് ഇസ് ഹെട്രോസൈഗസ് കണ്ടീഷൻ. ഹെട്രോസൈഗസ് കണ്ടീഷൻ വരികയാണെങ്കിൽ ഫീമെയിലിലും മെയിലിലും അത് എന്തായി മാറും, ഹെൻ ഫെതേർഡ് ആയിരിക്കും. കാരണം എന്താ പറഞ്ഞാൽ ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്നത് ഹെൻ ഫെതറിങ് കൺട്രോൾ ചെയ്യുന്ന ജീനാണ്. ഹെൻ ഫെതറിങ് കൺട്രോൾ ചെയ്യുന്ന ഇൻഡിവിജ്വൽസിൽ ഫീമെയിൽ സെക്സ് ഹോർമോൺസ് ഉണ്ടാവും. അപ്പോൾ ഫീമെയിൽ സെക്സ് ഹോർമോൺ ഉണ്ടായി കഴിഞ്ഞാൽ ഈ റെസസീവ് ആയിട്ടുള്ള ജീൻ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, അത് ഡോമിനന്റ് എഫക്റ്റ് ആണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ മെയിലിലാണെങ്കിലും അത് ഹെൻ ഫെതേർഡ് ആയിരിക്കും. ഇനി ഫീമെയിൽ സെക്സ് ഹോർമോൺ ഇല്ലാത്ത എന്നാൽ മറ്റേ സ്മോൾ എച്ച്, ഹോമോസൈഗസ് ആയിട്ടുള്ള സ്മോൾ എച്ച് കണ്ടീഷൻ വരികയാണെങ്കിൽ അത്തരം കണ്ടീഷനിൽ ലെഗോണിൽ നമുക്ക് കാണാൻ പറ്റും സ്മോൾ എച്ച്, 2 സ്മോൾ എച്ച് വരുന്ന കണ്ടീഷൻ വരുമ്പോൾ, അതുപോലെ തന്നെ ഹാംബർഗിൽ ഒരു തരം കോഴികളിൽ 2 സ്മോൾ എച്ച് വരുന്നുണ്ട്, ഹോമോസൈഗസ് കണ്ടീഷൻ വരുന്നുണ്ട്. അവിടെ മാത്രം നമുക്ക് കോക്ക് ഫെതർ കാണാൻ കഴിയും. അപ്പോൾ ഈ കോക്ക് ഫെതറിങ് അല്ലെങ്കിൽ പ്ലൂമേജ് പാറ്റേൺ ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ ചിക്കൻ ബ്രീഡ്സ് എന്ന് പറയുന്നതാണ് ദാറ്റ് ഇസ് എക്സാമ്പിൾ ഫോർ സെക്സ് ലിമിറ്റഡ് ജീൻസ്. സോ താങ്ക് യു. ഇന്ന് ഞാൻ പറഞ്ഞ കാര്യം ഇൻകംപ്ലീറ്റ്ലി സെക്സ് ലിങ്ക്ഡ് ജീനുകളെ കുറിച്ച്, അതിന്റെ എക്സാമ്പിളിനെ കുറിച്ച്. പിന്നെ ഞാൻ പറഞ്ഞു സെക്സ് ലിമിറ്റഡ് ജീൻസ് എന്താന്നുള്ളതിനെ കുറിച്ച്.
അതിൻ്റെ എക്സാമ്പിളിനെ കുറിച്ച്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.